എന്നിട്ട് ഫോട്ടോ എടുക്കാം, വീഡിയോ എടുക്കാം. ഇതാണ് ഭംഗി, ഇതാണ് ഭംഗി. കാണുക, അതാണ് ബൊപ്പിട്ട് ബോട്ടാട്ടി. ഇവിടെയാണ് ബോട്ടുകളൊക്കെ വന്ന് നിൽക്കുക ഓരോ ഐലൻഡുകളിലേക്ക് പോകുന്നതിന്. ഇതാണ് എയർപോർട്ട്. എയർപോർട്ടിൽ ആ അറ്റത്തൊരു ഇൻഫർമേഷൻ സെൻ്റർ ഉണ്ട്. ആ ഇൻഫർമേഷൻ സെൻ്ററിൽ പോയിട്ടുണ്ടെങ്കിൽ ഏത് ഹോട്ടലിനെ ആണെങ്കിലും അവിടെ നിന്ന് വിളിക്കാനുള്ള ഒരു ഫ്രീ ആയിട്ട് വിളിക്കാനുള്ള ടെലിഫോൺ സൗകര്യമുണ്ട്. അവിടെ ആൾക്കാർ നിൽക്കുന്നുണ്ടാവും. നമ്മളെ ഏജൻസും അവിടെ നിൽക്കുന്നുണ്ടാവും. അതിൻ്റെ ബസ്സിൻ്റെ ഷെഡ്യൂൾസ് സ്പീഡ് ബോട്ടുകൾ കഴിഞ്ഞിട്ടുള്ള ഷെഡ്യൂൾസ് ആയിരിക്കും. അപ്പോൾ അതുവരെ നമുക്ക് ഇവിടെ വെയിറ്റ് ചെയ്തിട്ട് വരും. അല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ വെറുതെ മാലിയിൽ അവിടേക്കൊക്കെ പോയി നടക്കാം. അപ്പോൾ ഞങ്ങൾക്ക് ഇനി കുറച്ച് സമയം കൂടി ഉണ്ട് ഇത് വരാനായിട്ട്, സ്പീഡ് ബോട്ട് വരാനായിട്ട്. അത് ഞങ്ങളിപ്പോൾ 3:15 4:45 നമ്മുടെ വണ്ടി. അപ്പോൾ അതുവരെ ഞങ്ങളങ്ങനെ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കാമെന്ന് വിചാരിച്ചു. ഇതൊക്കെയാണ് ഏതൊക്കെയോ ബോട്ടുകൾ. ഇത് മറ്റേ ആൾക്കാരെ കൊണ്ടുപോകുന്നതാണോന്ന് അറിഞ്ഞൂടാ. അവിടെ കാണാൻ എന്താണ്, അതിൽ ഇവിടെ നിറച്ച് കാണാൻ പറ്റും. ാണ് നമ്മൾ വന്നത്. അങ്ങനെ ഞങ്ങൾ റൂമിലെത്തി. ഇതാണ് റൂം. നമ്മുടെ ബാത്റൂമും നല്ല രസമൊക്കെ ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ എന്ന് വെച്ചാൽ മറ്റേ ഇതൊക്കെ ഉണ്ട്, കിടക്കുന്നതും നല്ല ഭംഗിയൊക്കെ ഉണ്ട്. ഞങ്ങളാകെ ഇങ്ങനെ ഒരു ബാൽക്കണിയൊക്കെ ഉണ്ട്. ബാൽക്കണി ഇങ്ങനെ തുറന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഇരിക്കാനുള്ള സ്ഥലമുണ്ട്. ഇരിക്കാനുള്ള സ്ഥലം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ജക്കൂസി ഉണ്ട്. ഇതാണ് ഇവിടുത്തെ പ്രത്യേകത, ജക്കൂസി ഉണ്ട്. ജക്കൂസി എടുത്ത് കഴിഞ്ഞാൽ ഇവിടെ വന്ന് കിടക്കാം. വാവ്, വാട്ട് എ ബ്യൂട്ടിഫുൾ ബാൽക്കണി. ഇവിടുത്തെ ബീച്ചാണ്, മാർഫുഷിയിലത്തെ ബീച്ചാണ്. നീല കളറിലുള്ള വെള്ളം നല്ല ഭംഗിയില്ലേ. പിന്നെ ഇവിടെ ഒരു കപ്പിൾസ് ഇരുന്ന് ഫോട്ടോ കഴിക്കുന്നുണ്ട്. നല്ല രസമുള്ള ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ, നല്ല രസമല്ലേ. എന്തൊരു ഭംഗി. ഇവിടെ ഒരു ഇത് നടക്കുന്നുണ്ട്.
ഹോട്ടൽ കാനി. കഴിഞ്ഞു കാണാനുണ്ടായി ഒന്നും. ഞങ്ങളിപ്പോൾ എന്നിട്ട് മാഫുഷി ഐലൻഡിൽ കൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതെ, ഇവിടെ ഇങ്ങനെ കടകളൊക്കെ ഉണ്ട്. ആ അതന്നെ, ഇതൊരു വലിയ പഴത്, ഇതൊരു വലിയ സാധനം അത്. ഓക്കെ, ഫ്രൂട്ട്സൊക്കെ വെച്ചിട്ടുണ്ട്. എന്തോ ഒരു വലിയ പഴം. ഇവിടെ 2024 ന്യൂ ഇയറിൻ്റെ ഒരു ഇതും വെച്ചിട്ടുണ്ട്. അവിടെ ഇങ്ങനത്തെ ഡ്രസ്സ് കിട്ടുന്ന കടയാണ്. ഹായ് തുട്ട. ഈ പട്ടൊക്കെ വെച്ചിട്ടുണ്ട്. അതന്നെ, ഇതൊക്കെ അരീന ഹോട്ടൽസിൻ്റെ സെറ്റപ്പാണ്. നല്ല ഭംഗിയൊക്കെയില്ലേ. സൂര്യോദയം ആവാറായിട്ടുണ്ട്. സൂര്യോദയത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. സൂര്യോദയം ഞങ്ങൾ വന്നതിൻ്റെ പിറ്റേ ദിവസം നടക്കാൻ ഇറങ്ങിയതാണ്. ഇവിടെ സൂര്യോദയം കണ്ടു. ഇവിടെയാണ് ഞങ്ങൾ വന്നത്, ഈ വഴിയിൽ. സൺറൈസ് കാണാൻ വന്നതാണ് ഞങ്ങൾ. ഇതുപോലെ ആൾക്കാർ ഇതുപോലെ സൺറൈസ് കാണാൻ വന്നിട്ടുണ്ട്. ഇവിടെയാണ് സൂര്യൻ ഉദിച്ചു നിൽക്കുന്നത്. സൂര്യനെ കൈത്തൊടാം നോപുരം പണ്ടാണ് ഓടിയിട്ടുള്ള പാട്ട്. ഇവിടെ കുട്ടികൾക്ക് കളിക്കാനുള്ള സ്ഥലം ഉണ്ട്. ഇത് വലിയ കാണാൻ പറ്റും സൂര്യൻ. പിന്നെ വൈകുന്നേരമൊക്കെ ഇരിക്കാം, രസമാണ്. തന്നെ അവിടെ ബിൽഡിങ്ങുകളൊക്കെ പണിയുണ്ട്, പുതിയത്. കൂട് തുറന്നു. അങ്ങനെ ഈ ഐലൻഡ് മൊത്തം റൗണ്ട് അടിക്കാൻ പറ്റും. നാളെ വന്ന എയർപോർട്ട് എന്ന് പറയുന്നത് ഒരു എയർപോർട്ട് മാത്രം ഒരു ഐലൻഡാണ്. ഇവിടെ ഇതുപോലെ തന്നെ ഈ ഐലൻഡിൽ കുറേ കുഞ്ഞു എന്നിട്ട് റിസോർട്ടുകളൊക്കെയാണ്. പിന്നെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാഹുഷി ഐലൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
രണ്ട് ആൾക്കാരുള്ളതാണ്. റിസോർട്ടിലുള്ള ആൾക്കാരുകളും ഉണ്ടാവും, ലോക്കലായിട്ടുള്ള ആൾക്കാരും ഉണ്ടാവും. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അങ്ങനെ ഒരു ജിമ്മൊക്കെ ഉണ്ട്. ജിമ്മൊക്കെ ഉണ്ട്, ആൾക്കാരിരുന്ന് ചെയ്യണമൊക്കെ ഉണ്ട് അല്ലേ. കടൽ തിട്ട് അവിടുത്തെ അപ്പുറത്തൊരു കുഞ്ഞദ്വീപൊക്കെ ഉണ്ട്. മനസ്സിലായോ എന്ന് ചോദിച്ചില്ലേ?
ലാൻഡ് ബാങ്കിൽ വന്നിട്ട് കൊണ്ടുപോവുകയാണ്. ഈ ബോട്ടിലാണ് വന്നത് വലുതിൽ. ഇവിടെ നമ്മൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ ഇവിടെ കൊണ്ടുപോയിരിക്കും. തിരിച്ചു പോവാണ്. നല്ല ഭംഗിയുള്ള വഴിയൊക്കെയാണ്. അത് രസമാണ് കാണാൻ. മതിയാ എത്രത്തോളം ഈ കാണുന്നതൊക്കെ ഇവിടുത്തെ വാട്ടർ ആക്ടിവിറ്റീസിനൊക്കെ നമുക്ക് ബുക്ക് ചെയ്യാനൊക്കെ പറ്റിയ സ്ഥലങ്ങളാണ്. ലോക്കലായിട്ടുള്ളതാണ്. അപ്പോൾ ഞങ്ങൾ നിന്ന് ഹോട്ടലുകളിലും ഉണ്ടാവും. പക്ഷെ അതിനേക്കാളും കുറച്ചും കൂടിയും പൈസ കുറവിന് കിട്ടും. ഇതൊക്കെ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതും റൈറ്റ് സൈഡിൽ കാണുന്നതൊക്കെ വാട്ടർ ആക്ടിവിറ്റീസ് ബുക്ക് ചെയ്യാൻ പറ്റിയ സ്ഥലങ്ങളാണ്. അതേപോലെ തന്നെ അവിടെ ഒരു ബിൽഡിങ്ങൊക്കെ പണിയുന്നുണ്ട് ഇവിടെ ആൾക്കാരെ ആക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അങ്ങനെയൊക്കെയാണ് അവിടുത്തെ കാര്യങ്ങൾ. ഇവിടെയാണ് വാട്ടർ ആക്ടിവിറ്റീസിൻ്റെ സ്ഥലം. നിങ്ങൾക്ക് ഇവിടെ നിന്ന് വന്നിട്ട് ഫോട്ടോ എടുക്കാം, വീഡിയോ എടുക്കാം, സൺസെറ്റ് എൻജോയ് ചെയ്യാം. മനസ്സിലായോ? അങ്ങനെ ഇത് ഇവിടെ വന്നിട്ട് കാണാം. സൂപ്പർ. അപ്പോൾ ഇങ്ങനെ ഈ ഒരു സ്ഥലത്തേക്കാണ് ഞാൻ വന്നേക്കുന്നത്. ഇവിടെയൊക്കെ ഇടിഞ്ഞല്ല, വെള്ളം കയറിയിട്ടാ. അതായത് ഞങ്ങളുടെ വീടുണ്ടല്ലോ, വീടിൻ്റെ അവിടെ ചാതി ആയിട്ട് കയറി. എന്താണ് അപ്പോൾ ഇത് മനസ്സിലായ കാണാമല്ലോ. യെസ്, കാണാൻ നല്ല ഭംഗിയുണ്ട്. ഫോട്ടോ എടുക്കാം. എന്നിട്ടൊന്ന് എൻ്റെ കയ്യാകുന്നതുകൊണ്ടല്ലോ കയ്യിൽ നടക്കാൻ പറ്റില്ല എന്ന് തോന്നുന്നു. ഞാൻ ഇതിൽ ഇങ്ങനെ നടക്കണം. സൂപ്പറാണ്.
എൻ്റെ വീട്ടിലൊക്കെ എപ്പോഴാണ് പോകണമെന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ. എൻ്റെ വീട്ടിലെന്താ എഴുതി കേട്ടോ. ഞങ്ങളെന്താ ഇഷ്ടമായി ഒരു സ്വഭാവം ചെയ്യുന്നത്. ഇങ്ങനെ ഓട്ടോയിൽ കൂടെ കാണാൻ നല്ല കഴിഞ്ഞാണ്. ഇങ്ങനെ ഫ്രെയിമൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് ഒട്ട വീഡിയോ ഒക്കെ എടുക്കാൻ. മനസ്സിലായ നമുക്ക് താഴെ കഴിക്കാലോ. കാട്ടിക്കാനോ ഇറങ്ങി നല്ല വെള്ളം, നല്ല കുപ്പിളക്കുഞ്ഞിന് വേണ്ടി വെള്ളം. ഷാർക്ക് വന്ന് പിടിക്കും. സാഗരപാട്ട് വീണ്ടും കയറി പോകാൻ പോകണം. ഇതിൻ്റെ ഉള്ളിലത്തെ കൂടെ പോകാൻ സാധ്യതയില്ലാത്ത കാരണം അപ്പത്തെ കൂടെ തന്നെയാണ് വെള്ളത്തിൽ കൂടെ പോകാം. പക്ഷേ ഞാൻ ഇതിൽ പോകാൻ ഉദ്ദേശിക്കുന്നത്. അതിന് മണ്ണൊക്കെ ആവും, എന്നാലും കുഴപ്പമൊന്നുമില്ല. ഞാൻ പോകാൻ പോകാൻ നമുക്ക് വേറെ സ്ഥലത്തെ കൂടെ ഇറങ്ങാം. ഇവിടെ അടിച്ചുവാരി കൂട്ടിയിട്ടുണ്ട്. ഇനി അത് അവർ കൊണ്ടുപോയിട്ട് കത്തിക്കും. ഇതിലേ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ. പക്ഷേ ഒരു കണ്ടൊക്കെ കേട്ടാ കണ്ടു കേട്ടാ. ഇവിടെ ഇങ്ങനെ കടൽ കാണാൻ നല്ല ഭംഗിയാണ്. കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ഇതിൽ ഇങ്ങനെയൊക്കെ കാണുന്നതൊക്കെ നല്ല ഭംഗിയാണ്. ഇവിടെ ഇരുന്ന് ഫോട്ടോകൾ കാണുന്നുണ്ട്. മനസ്സിലായോ? ഇതൊക്കെ മറ്റേ സാധാരണ വില്ലകൾ. മനസ്സിലായോ? മറ്റേത് നമ്മള് ബംഗ്ലോ വാട്ടർ ബംഗ്ലോ. ഇവിടേക്ക് ഇരുന്ന് ഇങ്ങനെ കാണാൻ നല്ല രസമായിരിക്കും. ഹലോ, ഇതിലേക്കാണ് ഇതിനൊക്കെ ഭംഗിയാണ്. രസം റിവീലിംഗാണത്. കടൽ റിവീലിംഗ്. ദിസ് ഇസ് കോൾഡ് കടൽ റിവീലിംഗ്. ഇതാണ് കടൽ റിവീലിംഗ്. മക്കളെ സൂക്ഷിക്കുക. കടലിൽ നിറച്ച് സ്രാവുകളും ഡോൾഫിൻ കുഞ്ഞുങ്ങളും ആടിക്കളിക്കുന്നുണ്ട്. ഒരു പ്രശ്നക്കാരാണ്. നമ്മളിവിടെ നാട്ടിലേക്ക് എന്ത് പണിയാണ്? ഉപ്പറാടിപ്പണി. ഇവിടെയൊക്കെ അവിടെ ആൾക്കാരുണ്ട് കേട്ടാ. മറ്റേ വള്ളി കളസം ടീമല്ലേ? വള്ളി കളസം ടീമാണ് നിൽക്കണ്ടില്ലേ? ഇങ്ങനെ ഒരു ഇവിടെ ഇങ്ങനെ ഞാൻ നിൽക്കുമ്പോൾ നല്ല രസമൊക്കെ ഉണ്ട്. ഇങ്ങനെ വന്ന് ഇവിടെ എത്തും. ഇതാണ് ഭംഗി. അപ്പോൾ ഗൈസ്, ഞാൻ കണ്ണപ്പന നോക്കിയിട്ട് നടന്നിട്ട് ഞാൻ മറന്നുപോയി എടുക്കാനായിട്ട് വീഡിയോ. അപ്പോൾ ഇവിടെ ഞാൻ ഇവിടെ എത്തിയായിരുന്നു. അപ്പോൾ വീണ്ടും വന്നിട്ട് എടുക്കാം. മനസ്സിലായ? നല്ല ഭംഗിയെങ്കിലും ഇതേ നമ്മളിങ്ങനെ നടന്നു പോകും. വാവ്, കൊക്കന്മാർ. അവിടെ നമ്മുടെ കൊക്കന്മാരിയ്ക്കുന്നുണ്ട്. നമ്മുടെ സ്വന്തം കൊക്കന്മാരെന്തത് സൺബെഡിലിരിക്കണോ? അയ്യോ, പറക്കരുത്. നിങ്ങൾ എടുക്കുന്നതല്ലേ ഞാൻ. വാവ്, വാട്ട് എ ബ്യൂട്ടിഫുൾ കൊക്കന്മാർ. അവിടെ ഒരു ബോട്ട് പോകുന്നുണ്ട്. നല്ല ഭംഗിയില്ലേ കാണാൻ? കുപ്പിത്താൻ അതാണ് ബോട്ടാട്ടി. നല്ല റൂമിട്ട് ഇങ്ങനെ പോകുന്ന ബോട്ടാണത്. എന്നിട്ട്
അതിവിടെ ചുറ്റിക്കൊണ്ടിരിക്കും. ഇതാണ് സൺറൈസ്. കളിക്കല്ലേ. അപ്പോൾ പെട്ടുവണ്ടിയിൽ ഇരിക്കുന്ന പെട്ടുവണ്ടി, അതേപോലത്തെ പെട്ടുവണ്ടിയിൽ അവർ ലഗേജ് നമ്മളെ ഹോട്ടലിൽ നിന്ന് ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യും. അല്ലേ അതിൻ്റെ അതെണ്ണം കിടക്കണ്ടല്ലോ. ഞാനിവിടെ എയർപോർട്ടിൻ്റെ ഇവിടെ തന്നെയാണ് ഇരിക്കുന്നത്. എത്തിക്കാതിൻ്റെയും ഫ്ലൈറ്റ് വാരിയൊക്കെ വണ്ടി കിടക്കുന്നുണ്ടല്ലോ. എമിറേറ്റ്സിൻ്റെയും കിടക്കുന്നുണ്ട്. ഏതൊക്കെയാണോ നമ്മൾ വിസാറിൽ പോകും. മഴയാണ്. ഇതാണ് നമ്മുടെ എയർപോർട്ടിൽ ലോഞ്ചല്ല കേട്ടോ, ഞാനല്ല നമ്മുടെ സ്വന്തം എയർ ഇന്ത്യ തുടങ്ങി. വെള്ളം മഴവെള്ളം കാരണമാണ് കേട്ടോ പ്രശ്നം.